കഥ തുടരുന്നു. ദേഷ്യം കൊണ്ട് പരശുറാമിൻ്റെ മുഖം ചുവന്നു. ആരാണിത് ചെയ്തതെന്നറിയാവുന്ന ഒരാൾ താനാണ്. തന്നെക്കൊണ്ട് ഞാനത് പറയിക്കുകയും ചെയ്യും. ദേവനായകത്തിൻ്റെ മുഖത്ത് പുച്ഛഭാവത്തിൽ ഒരു ചിരിയുണ്ടായി. സാറേ, ഒന്ന് ഞാൻ പറയാം. പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവനെ കൊല്ലാൻ ചെമ്പട്ടിക്കാളിയൻ സമരപ്പന്തലിൽ വന്നു പോയതുവരെ. അന്നൊക്കെ എൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പം മറുപക്ഷം ചേർന്നാലുണ്ടല്ലോ, എല്ലാം ഞാനങ്ങ് വിളിച്ചു പറയും. ഒന്ന് നിർത്തിയിട്ട് അയാൾ തുടർന്നു. ആദ്യം സാറിൻ്റെ തൊപ്പി പോകും. പിന്നെ ജയിലിനകത്ത് നമ്മൾ രണ്ടാളും ഉണ്ടാകും. അപ്പോഴേക്കും നിങ്ങളെ കളഞ്ഞേച്ച് മന്ത്രിപുത്രി അങ്ങ് പോവുകയും ചെയ്യും. അത് വേണോ? പരശുറാമന് മിണ്ടാനായില്ല. ദേവനായകൻ തുടർന്നു. പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു മനസ്സറിവുമില്ല സാറേ. എൻ്റെ ഇപ്പോഴത്തെ സംശയം മറ്റാരേക്കാളും നിങ്ങളെയാ. കാര്യം നടക്കാതെ വന്നപ്പോൾ നിങ്ങൾ തന്നെ ഇതങ്ങ് ചെയ്തതാണോ? ദേവനായകം, അടുത്തൊക്കെ ആളുകളുള്ളതിനാൽ അയാൾ കടപ്പല്ല് കടിച്ചമർത്തി ശബ്ദം കുറച്ചു. നിങ്ങളുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഒരു പക്ഷേയുമില്ല സാർ. പിന്നെ ഒരു കാര്യം, സത്യസന്ധമായി ഈ കേസ് തെളിഞ്ഞാൽ അത് വന്നു നിൽക്കുന്നത് നമ്മുടെ എല്ലാം മുന്നിലായിരിക്കും. നമ്മൾ ചെയ്തതും ചെയ്യിച്ചതുമൊക്കെ അപ്പോൾ ഛർദ്ദിച്ച് പുറത്തിടേണ്ടി വരും. പരശുറാം ഭയന്നു പോയി. ഒരു തീമല അടർന്ന് തൻ്റെ മുകളിലേക്ക് പതിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അതുകൊണ്ട് ദേവനായകം ചുറ്റും നോക്കിയിട്ട് സ്വരം താഴ്ത്തി. ഞാനും സാറുമൊക്കെ ആഗ്രഹിച്ച കാര്യമാണ് ഇങ്ങനെ നടന്നു പോയതെന്ന് സമാധാനിക്ക്. അന്വേഷണം ഒരിടത്തും എത്തരുത്. എത്തിയാൽ പരശുറാം ചിന്തയോടെ അകലേക്ക് നോക്കി നിന്നു. ഞാൻ താഴെ കാണും. ദേവനായകം ടെറസിൽ നിന്ന് താഴേക്ക് പോയപ്പോഴും പരശുറാം അങ്ങനെ തന്നെ നിന്നു. റോഡിലെ ഒരു പോലീസ് വാഹനത്തിൻ്റെ മൂളൽ. പരശുറാം തിരിഞ്ഞു നോക്കി. കട്ടപ്പന DYSP ഉസ്മാൻ അൻസാരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. ഈ കേസിൻ്റെ അന്വേഷണ ചുമതല ആഭ്യന്തരമന്ത്രി യൂസഫ് തിരൂരങ്ങാടി നേരിട്ട് അയാളെ ഏൽപ്പിക്കുകയായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് തന്നെ അൻസാരിക്കൊരു കാര്യം ബോധ്യമായി. വളരെ സൂക്ഷ്മതയോടെ ചെയ്ത മർഡറാണിത്. കൊലയാളി എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ലാതായിരിക്കുന്നു. ഒരു നേരിയ തെളിവ് പോലുമില്ല. മൂർച്ചയുള്ള എന്തോ ആയുധം ഉപയോഗിച്ച് ജയന്തൻ്റെ കഴുത്ത് പൂളി കളഞ്ഞിരിക്കുകയാണ്. എങ്കിലും അവൻ തറയിൽ വീണു പിടഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ ചാരിയിരിക്കുന്നതാണ് ഏറ്റവും വിചിത്രമായി തോന്നുന്നത്. മറ്റൊരിടത്ത് വെച്ച് കൊല ചെയ്തിട്ട് ഇവിടെ കൊണ്ടിട്ടതുമല്ല. ചില പ്രത്യേക മാനസികാവസ്ഥയിൽ കയ്യിലെ ഞരമ്പ് സ്വയം മുറിച്ചിട്ട് മരിക്കാൻ ഇരുന്നു കൊടുക്കുന്ന ചിലരുടെ രീതി പോലെ. പക്ഷേ കഴുത്ത് ആർക്കും അങ്ങനെ സ്വയം അറുക്കാനാവില്ല. സാധാരണ നിലയിൽ കഴുത്ത് മുറിയുമ്പോൾ അവിടെ അമർത്തി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതുമില്ല. ജയന്തൻ്റെ കൈവളകളിൽ ചോരയേ ഇല്ല. ഉസ്മാൻ അൻസാരിയുടെ തലച്ചോറ് പുകഞ്ഞു. പ്രാഥമിക തെളിവുകളുടെ സൂചനയിൽ അന്വേഷണം നടത്താൻ കഴിയില്ല അയാൾക്ക് തീർച്ചയായി. ഇനിയുള്ളത് നേരത്തെ സമരപ്പന്തലിൽ വെച്ച് ജയന്തിന് നേരെയുണ്ടായ കൊലപാതക ശ്രമമാണ്. അന്വേഷണം അവിടെ നിന്ന് ആരംഭിക്കുന്നതാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി. പോസ്റ്റ്മോർട്ടത്തിലൂടെയേ ഇനി എന്തെങ്കിലും അറിയാൻ കഴിയൂ. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഉച്ച കഴിഞ്ഞപ്പോൾ ജലസേചന മന്ത്രി ചെട്ടിക്കുളങ്ങര സദാശിവനും വർഗീസ് പുന്നത്രയും മറ്റുമെത്തി. ദേവനായകം അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് ആദ്യം കണ്ടു. അവൻ ലിജോയെ നോക്കി ഒന്ന് കണ്ണിറുക്കി. ഇരുവരും മെല്ലെ അയാൾക്ക് പിന്നാലെ നീങ്ങി. സാജൻ കാര്യം പിടികിട്ടിയതുപോലെ അവർക്ക് മുന്നിൽ കടന്നുപോയി. ജീപ്പിൽ കയറിയിരുന്നു. ആദ്യം ലിജോയും ചെന്ന് അതിൽ കയറി. ദേവനായകൻ ജീപ്പിലെത്തി. ശശി അത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ആദ്യമോ ലിജോയോ ഒന്നും പറഞ്ഞില്ലെങ്കിലും സാജൻ ദേവനായകത്തിന് പിന്നാലെ ജീപ്പ് വിട്ടു. ദേവനായകത്തിൻ്റെ ജീപ്പ് തങ്കമലയ്ക്ക് തിരിയുന്ന ജംഗ്ഷൻ പിന്നിടുമ്പോൾ ഡ്രൈവർ ശശി റിയർവ്യൂ മിററിൽ ഒന്നുകൂടി നേരെ വെച്ചിട്ട് അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് അയാളുടെ നെറ്റി ചുളിഞ്ഞു. പ്രസിഡൻറ്റേ, ആദ്യം കൂട്ടരും നമ്മളെ പിന്നാലെയുണ്ടല്ലോ, അയാൾ പറഞ്ഞു. ദേവനായകവും തിരിഞ്ഞു നോക്കി. ശരിയാണ്, നീ സ്പീഡ് കൂട്ടിക്കോ, അയാൾ ശശിക്ക് നിർദ്ദേശം നൽകി. ശശി വേഗം ആക്സിലേറ്റർ ഞെരിച്ചു. എടുത്ത് ചാടും പോലെ ജീപ്പ് കുതിച്ചു. അവന്മാർ നമ്മളെ കണ്ടെന്ന് തോന്നുന്നു, അതാ പറപ്പിച്ചു വിടുന്നത്, ലിജോ പിറുപിറുത്തു. സാരമില്ലടാ, തരം കിട്ടുമ്പോൾ മുന്നിൽ കയറിയാൽ മതി സാജ. അധികം ആൾത്തിരക്കില്ലാത്തിടത്ത് വെച്ചാ നമുക്ക് അയാളെ കിട്ടേണ്ടത്. ആദ്യ പല്ലൊന്ന് അമർത്തി. ദേവനായകത്തിൻ്റെ ജീപ്പിന് 50 വാര പിന്നിലായി സാജൻ വണ്ടി വിട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആദിയുടെ പോക്കറ്റിൽ കിടന്ന ഫോണിൽ ഒരു മെസ്സേജ് വന്നു. അവൻ ഫോൺ എടുത്തു. തങ്കമല സഹദേവൻ്റെ ഫോണായിരുന്നു അത്. അവൻ മെസ്സേജ് വായിച്ചു. ഞങ്ങൾ പുറപ്പെട്ടു. അതിൽ തെളിഞ്ഞ നമ്പർ കണ്ടപ്പോൾ തന്നെ ആദിക്ക് മനസ്സിലായി കൊട്ടേഷൻകാരാണ്. അവൻ മറുപടി മെസ്സേജ് ടൈപ്പ് ചെയ്തു. നിങ്ങൾ എവിടെയാണെന്ന് ഇടയ്ക്കിടെ അറിയിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ ആൾ കട്ടപ്പനയിലെത്തും. ലിജോയോടും സാജനോടും അവൻ കാര്യം പറഞ്ഞു. ഞാൻ പോകാം ആദ്യം അവിടേക്ക്. എന്നിട്ട് അവന്മാരെ ഈ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോരാം. സാജൻ സന്നദ്ധനായി. അത് വേണ്ട, ലിജോ പോകട്ടെ. അവർക്ക് പിന്നാലെ നമ്മളുണ്ടായിരിക്കും. അതാ നല്ലത്. ലിജോയും സമ്മതിച്ചു. ജീപ്പുകൾ നസ്രാണിപുരം പള്ളിക്ക് മുന്നിലെത്തി. ചെറിയ ഇറക്കം തുടങ്ങിയതും കോട്ടയത്തിനുള്ള ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇരമ്പി പാഞ്ഞു വന്നു.
ദേവനായകത്തിൻ്റെ ജീപ്പ് സൈഡ് കൊടുക്കുകയും പിന്നീട് തിരിച്ചു വലത്തേക്ക് റോഡിന് നടുവിലേക്ക് മാറുകയും ചെയ്യുന്നതിനിടയിൽ സാജൻ ആ വാഹനത്തെ മറികടന്നു. മുന്നിൽ ചാട്ടുളിയുടെ വേഗത്തിൽ അത് വെട്ടിത്തിരിഞ്ഞു നിന്നു. ഡ്രൈവർ ശശി ബ്രേക്ക് പെഡലിൽ കാൽ ആഞ്ഞമർത്തി. വല്ലാത്തൊരു ശബ്ദത്തോടെ ടയർ റോഡിൽ ഉരഞ്ഞു. സാജൻ്റെ ജീപ്പിനെ മുട്ടുന്ന അടുത്താണത് നിന്നത്. ആദ്യ പുറത്തേക്ക് കുതിച്ചു. കെണിയിൽ വീണ മൃഗത്തെപ്പോലെ ദേവനായകൻ ജീപ്പിനുള്ളിൽ പരവശനായി. ഇറങ്ങി ഓടാനും അതിനുള്ളിൽ ഇരിക്കാനും പറ്റാത്ത അവസ്ഥ. ദേവനായകം സംയമനം വീണ്ടെടുത്തു. എന്താ ആദി, ഒരുമാതിരി സർക്കസുകാരെ പോലെ. ഇപ്പോഴിത് നിങ്ങളുടെ ജീപ്പിൽ ഇടിച്ചേനെയല്ലോ. എങ്കിൽ നിങ്ങളെ വിവരം അറിഞ്ഞേനെ. ബ്രേക്കില്ലാത്ത ജീപ്പ് പഞ്ചായത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശശി തല്ലി മേടിച്ചേനെ ആദ്യം. അതുപോട്ടെ, പിന്നെ സർക്കസ്. തന്തയ്ക്ക് പിറക്കാത്ത പണി കാണിക്കുന്ന ചില നായിൻ്റെ മക്കളെ പിടിക്കണമെങ്കിൽ ഇപ്പം കുറച്ച് സർക്കസ് കാണിക്കാതെ പറ്റില്ലല്ലോ. ആ അവസ്ഥയായി പോയി. ദേവനായകൻ വിളറി. ആദ്യം സാവധാനം സംസാരിച്ചു. കുറച്ചു കാലം കൂടി സാറിന് പഞ്ചായത്ത് ഭരിച്ചു മുടിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് സഹകരിക്കണം. അവൻ ജീപ്പിൻ്റെ ഫുഡ് റെസ്റ്റിലേക്ക് ഇടതുകാൽ ചവിട്ടി. എന്നിട്ട് മുട്ടിൽ ഒന്ന് തടവി. എന്ത് സഹകരണമാ ആദി? ഒന്നും അറിയാത്തതുപോലെയായിരുന്നു അയാളുടെ ചോദ്യം. മറ്റൊന്നുമല്ല, ജയന്തൻ്റെ കാര്യം തന്നെ. അവനെ കൊന്നത് ആരാണെന്നറിയാവുന്ന 2-3 പേരെ ഈ ഇടുക്കി ജില്ലയിലുള്ളതെന്ന് എനിക്കറിയാം. അതിലൊരാൾ നിങ്ങളാ. അതുകൊണ്ട് ഒന്നും വിട്ടുപോകാതെ എല്ലാം എൻ്റെ മുന്നിലേക്ക് വിളമ്പിക്കോ. ഞൊടിയിടയിൽ ദേവനായകത്തെ തള്ളിമാറ്റി ആദ്യം മുൻസീറ്റിലേക്ക് കയറിയിരുന്നു. പിന്നെ സാജനോട് ജീപ്പ് മുന്നിൽ വിട്ടുകൊള്ളാൻ ആംഗ്യം കാട്ടി. തുടർന്ന് ശശിക്ക് നേരെ തിരിഞ്ഞു. ഞങ്ങളുടെ വണ്ടിയുടെ പിന്നാലെ പോട്ടെ ശശി. പതുക്കെ മതി. കുമളി വരെ നമുക്ക് ഓരോന്നും മിണ്ടിയും പറഞ്ഞു ഇരിക്കാം. എന്താ? ശശി ഒന്നും മിണ്ടാതെ ഗിയർ ചേഞ്ച് ചെയ്തു. സാജൻ്റെ ജീപ്പിൽ പിന്നോട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ലിജോ. ആദ്യം വലത് കൈ ദേവനായകത്തിൻ്റെ അരയിലൂടെ ചുറ്റി തന്നിലേക്ക് ചേർത്തിരുത്തി, ചില കൂട്ടുകാരെ പോലെ. പിന്നെ കാതിൽ മന്ത്രിച്ചു. പന്ന നായൻ്റെ മോനെ, എല്ലാം ഏർപ്പാടാക്കിയിട്ട് നീ ശവത്തിനരികിൽ പോയി പൂങ്കണ്ണീരൊഴുക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ തിരിച്ചു വരികയാണ് അല്ലേ? അവൻ അയാളുടെ പൊക്കിൽ ചേർത്തൊന്ന് പിടിമുറുക്കി. ദേവനായകം വിറച്ചുപോയി. ഇല്ല ആദി, സത്യമാണ് ഞാൻ പറയുന്നത്. ഇക്കാര്യത്തിൽ എനിക്കൊരു മനസ്സറിവുമില്ല. രാവിലെ 9 മണി കഴിഞ്ഞാൽ ഞാനിത് അറിഞ്ഞതുപോലും. റോഡിന് ഇരുവശത്തുമുള്ള ഏലക്കാടുകൾക്ക് വളമിടുന്ന തൊഴിലാളികളെ ശ്രദ്ധിച്ചുകൊണ്ട് ആദി പറഞ്ഞു. വേലയിറക്കൊക്കെ അങ്ങ് പഞ്ചായത്ത് ഓഫീസിലും പാർട്ടിക്കാരുടെ മുന്നിലും മതി. എൻ്റെ അടുത്തത് നടപ്പാക്കില്ലെന്ന് തനിക്ക് നല്ലതുപോലെ അറിയാമല്ലോ. അവൻ ഒന്നുകൂടി വിരൽ മുറുക്കി. ആദി, അയാൾ നിലവിളിച്ചു, നീ എന്നെ കൊന്നാൽ പോലും എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാൻ കഴിയില്ല. സത്യം. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കളവുണ്ടെന്നറിഞ്ഞാൽ അന്ന് നീ എന്നെ കൊന്നോ? അതേതായാലും വേണ്ടിവരും. ഇന്നല്ലെങ്കിൽ നാളെ ജയന്തൻ്റെ കൊലയാളിയെ ഞാൻ കണ്ടുപിടിക്കുമ്പോൾ അതിൽ തനിക്കെന്തെങ്കിലും റോളുണ്ടെന്ന് കണ്ടാലുണ്ടല്ലോ, പിന്നെ കുമളിയിൽ താനൊരു പ്രതിമയായി നിൽക്കും. ബസ് സ്റ്റാൻഡിലെ കാക്കകൾ തൻ്റെ തലയിൽ കയറിയിരുന്ന് കാഷ്ടിക്കും. പറഞ്ഞിട്ട് അവൻ പിടിവിട്ടു. ദേവനായകൻ ശ്വാസം വലിച്ചു വിട്ടു. കുമളി ബസ് സ്റ്റാൻഡിന് മുന്നിൽ ജീപ്പ് നിർത്തിവെച്ച് ആദി ഇറങ്ങി. ആദി സാജൻ്റെ ജീപ്പിൽ കയറിയപ്പോൾ ദേവനായകൻ ശശിയോട് പറഞ്ഞു, മറ്റാരും ഇത് അറിയണ്ട. ആഭ്യന്തരമന്ത്രി യൂസഫ് തിരൂരങ്ങാടിയുടെ നിർദ്ദേശാനുസരണം കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ജയന്തൻ്റെ മൃതദേഹം എത്രയും വേഗം വണ്ടിപ്പെരിയാറിൽ എത്തിക്കാനാണ് മന്ത്രിയുടെ ഉത്തരവ്. അതിനുവേണ്ടി മറ്റു വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടാലും കുഴപ്പമില്ലത്രേ. പക്ഷേ ഉച്ചയ്ക്ക് മെഡിക്കൽ കോളേജിൽ മറ്റു ചില സംഭവ വികാസങ്ങളുണ്ടായി. നോർമൽ ഡെലിവറി ആയിരിക്കുമെന്ന് പറഞ്ഞ ഒരു യുവതിയെ ഡോക്ടർ പെട്ടെന്ന് സിസേറിയന് വിധേയമാക്കി. പക്ഷേ അവൾ മരിച്ചു. ഡോക്ടർക്ക് പിറ്റേന്ന് ഒരടുത്ത ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കേണ്ടതിനാൽ പെട്ടെന്ന് സിസേറിയൻ നടത്തിയതാണെന്ന് ആരോ പറയുകയുണ്ടായി. യുവതിക്ക് വേണ്ടത്ര പരിചരണം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ബന്ധുക്കൾ ഡോക്ടറോട് കയർത്തു. അതിനിടെ യുവതിയുടെ ഭർത്താവും സഹോദരനും ചേർന്ന് ഡോക്ടറെ മർദ്ദിച്ചു. അതോടെ പ്രശ്നം രൂക്ഷമായി. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് SIയും പോലീസുകാരുമെത്തി സംഘർഷം പരിഹരിച്ചെങ്കിലും ഡോക്ടർമാർ പെട്ടെന്ന് പണിമുടക്കി. അതുകൊണ്ട് ജയന്തൻ്റെ പോസ്റ്റ്മോർട്ടം അന്ന് നടക്കില്ലെന്നുറപ്പായി. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ജയന്തൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതുവരെ കാത്തിരിക്കാൻ DYSP ഉസ്മാൻ അൻസാരിക്ക് ക്ഷമയുണ്ടായില്ല. അത് അയാളുടെ അന്വേഷണ രീതിയുമല്ല. 6.5 അടിയോളം ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള അൻസാരിയുടെ വജ്രസൂചി പോലെയുള്ള ഒരു നോട്ടം മതി ഏതൊരു കുറ്റവാളിയും സത്യം തുറന്നു പറയാൻ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ പോലും അത് തുറന്ന് സമ്മതിക്കും. വണ്ടിപ്പെരിയാർ SIയെ പോലും തൻ്റെ അന്വേഷണ സംഘത്തിൽ അയാൾ കൂട്ടിയില്ല. വിശ്വസ്തരായ 2 ASIമാരും 2 ഹെഡ് കോൺസ്റ്റബിൾമാരും അടങ്ങുന്ന ഒരു സംഘത്തിനാണ് അൻസാരി രൂപം കൊടുത്തത്. ASIമാരായ അബു സലീമും ബ്രിട്ടാസും പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രശേഖരനും ലെനിൻ ആലക്കോടനും. സമയം 3 മണി. പോലീസിൻ്റെ ഇന്നോവ പാഞ്ഞു വന്ന് വണ്ടിപ്പെരിയാറിലെ സമരപ്പന്തലിന് മുന്നിൽ നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ ചന്ദ്രശേഖരനായിരുന്നു. ചുറ്റും നോക്കിക്കൊണ്ട് കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് DYSP ഉസ്മാൻ അൻസാരി ഇറങ്ങി. സമരപ്പന്തലിൽ തങ്കമല സഹദേവനും
അഴുത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ കുരിശിങ്കലും ഏതാനും പ്രവർത്തകരുമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ജയന്തന്റെ കൊലപാതകത്തെ തുടർന്ന് അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു. ഡിവൈഎസ്പിയെ കണ്ട് എല്ലാവരും എഴുന്നേറ്റു. നിരാഹാര സമരത്തിലുള്ള തങ്കമല സഹദേവൻ ഒഴികെ. ഇരിക്കെ, ജോൺ കുരിശിങ്കലിനോട് പറഞ്ഞിട്ട് ഉസ്മാൻ അൻസാരിയും അവിടെ കിടന്ന കസേരയിലിരുന്നു. അവർ പരസ്പരം പരിചയപ്പെട്ടു. ഒരിക്കൽ ഇവിടെ വെച്ചല്ലേ ജയന്തിന് നേരെ വധശ്രമം ഉണ്ടായത്? അൻസാരി തിരക്കി. അതെ, എന്താ സാർ? ജോൺ കുരിശിങ്കൽ ഡിവൈഎസ്പിയെ സൂക്ഷിച്ചു നോക്കി. ചോദിച്ചെന്നേയുള്ളൂ. അപ്പോൾ നേരത്തെ മുതൽ അയാൾ ആരുടെയോ ടാർജറ്റായിരുന്നു എന്ന് വ്യക്തം. ജോൺ തലയാട്ടി. ഞങ്ങൾ ഈ നിരാഹാര സമരം തുടങ്ങിയത് ആരുടെയൊക്കെയോ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് സ്പഷ്ടമാ സാർ. അതിൻ്റെ പ്രതികാരമാണ് ഈ മർഡറിന് പിന്നിൽ. ഒരു തവണ വീട്ടിൽ വെച്ചും അവനെ വധിക്കാൻ ശ്രമം നടന്നിരുന്നു. ജോൺ ആ സംഭവം വിവരിച്ചു. അൻസാരി അമർത്തിയൊന്ന് മൂളി. അന്ന് ഇവിടെ വെച്ചുണ്ടായ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ, ഒരു ഗാന്ധിയൻ. ഡിവൈഎസ്പി മീശത്തുമ്പ് മേലേക്കൊന്ന് തള്ളിവെച്ചു. കുമാരൻ, ജോൺ പൂരിപ്പിച്ചു. യെസ്, എനിക്ക് അയാളൊന്ന് കാണണം. വിളിപ്പിക്കാൻ സാർ? ഓക്കെ, ബട്ട് ഇവിടെ വെച്ച് വേണ്ട. ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. മിസ്റ്റർ ജോണിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ അയാളെ അവിടെ എത്തിച്ചാൽ ഉപകാരമാണ്. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ എത്തിക്കാം സാർ. ഉസ്മാൻ അൻസാരി എഴുന്നേറ്റു. അയാൾ തങ്കമല സഹദേവനെ ഒന്ന് നോക്കി. ഈ നിരാഹാര സമരം കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടാവുമോ? സഹദേവൻ വിളറിപ്പോയി. അപ്പോൾ കാണാം. അൻസാരി ഇന്നോവയ്ക്ക് നേരെ ചൂട് വെച്ചു. എന്നാൽ രണ്ടടി നടന്നിട്ട് പെട്ടെന്ന് നിന്നു. ഈ ജയന്തന് ശത്രുക്കളെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പേരെടുത്ത് പറയാൻ ആരുമില്ല സാർ. ജോണും എഴുന്നേറ്റു. സമരത്തെ എതിർത്തിരുന്ന പലരുമുണ്ട്. അവർക്കൊക്കെ അവൻ ശത്രുവായിരിക്കുമല്ലോ. അൻസാരി തലയിളക്കി. ജയന്തൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഒരു ആദിയും ലിജോയും കുമളിക്കാരാ. വഴിപോലെ എനിക്ക് അവരെയും ഒന്ന് കാണണം. അറിയിക്കുമല്ലോ? അറിയിക്കാം സാർ. അൻസാരി ചെന്ന് ഇന്നോവയിൽ കയറി. പിന്നെ ജോൺ സാർ അയാൾ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ സമരം തുടങ്ങുമ്പോൾ നേതൃസ്ഥാനത്ത് ആരൊക്കെയുണ്ടായിരുന്നു? പിന്നീട് ആരൊക്കെ പിന്മാറി? ഇങ്ങനെയുള്ളവരുടെ ഒരു ലിസ്റ്റ് എനിക്ക് വേണം. നാളെ രാവിലെ തന്നെ. തരാം സാർ. ഇന്നോവ പാഞ്ഞു പോയി. അതിന് പിന്നിൽ പൊടിപ്പടലങ്ങൾ ഇളകി. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുന്നിലെ പ്ലാവിൻ ചൂട്ടിലാണ് ഇന്നോവ നിന്നത്. പോലീസുകാർ പെട്ടെന്ന് അലർട്ടായി. തൻ്റെ ക്യാബിനിൽ നിന്ന് തിടുക്കത്തിൽ തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് SI രാധാചന്ദ്രൻ പുറത്തേക്ക് ഓടി വന്നു. അൻസാരിക്കൊപ്പം വന്ന ASIമാരും ഹെഡ് കോൺസ്റ്റബിൾമാരും ഇന്നോവയ്ക്കരികിൽ നിന്നതേയുള്ളൂ. സർ, രാധാചന്ദ്രൻ ഡിവൈഎസ്പിക്ക് മുന്നിൽ അറ്റൻഷനായി. പ്രത്യഭിവാദം ചെയ്തുകൊണ്ട് ഉസ്മാൻ അൻസാരി SIയുടെ ക്യാബിനിലേക്ക് കയറി. രാധാചന്ദ്രൻ്റെ സീറ്റിൽ ഇരുന്നുകൊണ്ട് ഉസ്മാൻ അൻസാരി വിളിച്ചു. ചന്ദ്രൻ. സർ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2 വട്ടം ജയന്തിന് നേരെ മർഡർ അറ്റംപ്റ്റ് നടന്നിരുന്നു. ഐ ആം കറക്റ്റ്? യെസ് സർ. എന്നിട്ട് നിങ്ങൾ അതേക്കുറിച്ച് അന്വേഷിച്ചോ? എന്ത് കൺക്ലൂഷനിലെത്തി? സർ, രാധാചന്ദ്രൻ ഒന്ന് പരിങ്ങി. സമരപ്പന്തൽ വെച്ച് നടന്നത് തമിഴ് ജനതയുടെ പകപ്പോക്കലാണെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. പക്ഷേ വീട്ടിൽ ചെന്നത് പറയപ്പെടുന്ന കൊലയാളിയെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയില്ല. പിന്നെ പരശുറാം സാർ നേരിട്ട് അന്വേഷിക്കുകയായിരുന്നു. ഉസ്മാൻ അൻസാരിയുടെ തിളങ്ങുന്ന കണ്ണുകൾ അയാളുടെ മുഖത്തു നിന്ന് മാറിയില്ല. ഊഹങ്ങളും ഊഹാപോഹങ്ങളുമല്ല മിസ്റ്റർ രാധാചന്ദ്രൻ എനിക്ക് വേണ്ടത്. ഐ വാണ്ട് എൻക്വയറി ഡീറ്റെയിൽസ്. ഐ മീൻ തൻ്റെ കേസ് ഡയറി, തൻ്റെ കണ്ടെത്തലുകളുടെ ക്ലീൻ എവിഡൻസ്. ഷാർപ്പ് 5:30 ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടായിരിക്കും. താൻ അവിടെ എത്തണം. ഓക്കെ? ഓക്കെ സാർ, രാധാചന്ദ്രൻ പതർച്ചയോടെ പറഞ്ഞു. കസേര പിന്നോട്ട് തള്ളി ഉസ്മാൻ അൻസാരി എഴുന്നേറ്റു. പിന്നെ കനത്ത ചുവടുകളുമായി പുറത്തേക്ക്. ടൈലിട്ട ഫ്ലോർ അയാളുടെ ഷൂസിനടിയിൽ ഞെരിഞ്ഞമരുകയായിരുന്ന രാധാചന്ദ്രന് തോന്നി. അയാളുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ ഉരുണ്ടുകൂടി തുടങ്ങിയിരുന്നു. ഗസ്റ്റ് ഹൗസ് 4 മണി. പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ കുരുവിളിയുടെ ജീപ്പിലാണ് സ്വാതന്ത്ര്യസമര സേനാനിയായ ഗാന്ധിയൻ കുമാരൻ അവിടെ എത്തിയത്. ഡിവൈഎസ്പിയും സംഘവും കാത്തിരിക്കുകയായിരുന്നു. ആ റൂം ഒരു ഓഫീസ് പോലെ മാറ്റിയിരുന്നു. കുമാരൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തൊഴുതു. ഇരിക്കൂ. തൻ്റെ മുന്നിൽ കിടന്നിരുന്ന കസേരയിലേക്ക് ചൂണ്ടി ഉസ്മാൻ അൻസാരി കുമാരനോട് പറഞ്ഞു. നന്ദി സാർ. തൻ്റെ കതർവേഷ്ടി തോളിലേക്ക് ഒന്നുകൂടി നീക്കിയിട്ടുകൊണ്ട് കുമാരൻ ഇരുന്നു. അൻസാരി ASI അബുസലിമിനെ കണ്ണുകൾ കൊണ്ടൊരു അടയാളം കാട്ടി. സാർ വരൂ. അയാൾ ജോണിനെ വിളിച്ച് അടുത്ത മുറിയിൽ കൊണ്ടു ചെന്നിരുത്തി. ഉസ്മാൻ അൻസാരി മേശപ്പുറത്തിരുന്ന പേപ്പർ വെയിറ്റ് മെല്ലെ തിരിച്ചുകൊണ്ട് കുമാരന് നേരെ കണ്ണയച്ചു. ഏതു നിമിഷവും ജയന്തൻ കൊല്ലപ്പെടാമെന്ന് താങ്കൾക്കറിയാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാനാവുമോ? വെട്ടിത്തുറന്നുള്ള ആ ചോദ്യത്തിന് മുന്നിൽ കുമാരൻ ഒന്ന് പകച്ചു. വാർദ്ധക്യം പ്രതിഫലിക്കുന്ന അയാളുടെ മുഖത്ത് തന്നെ ഡിവൈഎസ്പി നോട്ടം ഉറപ്പിച്ചു നിർത്തി. ഗാന്ധിയൻ കുമാരൻ്റെ മുഖത്ത് മിന്നൽ വേഗത്തിൽ ഒരു പരിഭ്രമം തെളിഞ്ഞു പൊലിഞ്ഞു. ഉസ്മാൻ അൻസാരി അത് ശ്രദ്ധിച്ചു. യാതൊരു തിടുക്കവുമില്ലാതെ കുമാരൻ മുഖത്തു നിന്ന് കണ്ണട എടുത്തു. വേഷ്ടിയുടെ അഗ്രം കൊണ്ട് അത് തുടച്ചു വീണ്ടും വെച്ചു. പിന്നെ നേരത്തെ ഡിവൈഎസ്പി പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ തിരക്കി.
സാർ എന്താ ചോദിച്ചത്? ഉസ്മാൻ അൻസാരിയുടെ ചുണ്ടിൽ ഒരു ചിരിയൂറി. തനിക്ക് മറുപടി നൽകാൻ കുമാരൻ മനസ്സുകൊണ്ട് തയ്യാറാവുകയായിരുന്നെന്ന് അയാൾക്ക് ബോധ്യമായി. കണ്ണട എടുക്കലും തുടച്ചു വയ്ക്കലുമൊക്കെ അതിനു വേണ്ടിയായിരുന്നു. ഉസ്മാൻ അതുകൊണ്ട് തന്നെ വിഷയമൊന്ന് മാറ്റി. താങ്കൾക്ക് എത്ര വയസ്സായി? 89 90 ആയി കാണും. കൃത്യമായിട്ട് അറിയില്ല സാർ. എൻ്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ കൃത്യമായ പ്രായത്തിലല്ലോ സ്കൂളിൽ ചേർക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഹെഡ് മാസ്റ്റർ ഒരു തീയതി അങ്ങ് വയ്ക്കത്തേയുള്ളൂ. അതാ പിന്നെ പ്രായത്തിൻ്റെ കണക്ക്. പേപ്പർ വെയിറ്റ് കയ്യിൽ വെച്ച് തിരിച്ചുകൊണ്ട് ഉസ്മാൻ അൻസാരി തലയാട്ടി. ഈ ഗാന്ധിയൻ എന്ന പേര് എങ്ങനെ കിട്ടിയതാ? കുമാരൻ മുന്നോട്ട് ആഞ്ഞിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഗാന്ധിജിയുടെ ആദർശത്തിൽ താല്പര്യം തോന്നിയത്. അങ്ങനെയാ ചെരുപ്പും വിദേശ വസ്ത്രങ്ങളുമൊക്കെ ഉപേക്ഷിച്ചത്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി മുദ്രാവാക്യം വിളിച്ചതും പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞ് പുറത്തു ചാടിയതും ഞാനാ. ഉസ്മാൻ അൻസാരി ആ കാലമൊന്ന് സങ്കല്പിക്കാൻ ശ്രമിച്ചു നോക്കി. അതെ, ഒപ്പമുണ്ടായിരുന്ന ഗാന്ധിയന്മാരിൽ പലരും പിൽക്കാലത്ത് കാലുമാറി സ്വന്തം കാര്യം നോക്കിയപ്പോഴും താങ്കൾക്കെന്താ അങ്ങനെ തോന്നാതിരുന്നത്? അവരൊക്കെ ബെൻസിലും റോൾസ് റോയ്സിലുമൊക്കെ പാഞ്ഞു നടക്കുമ്പോൾ താങ്കളെന്താ അങ്ങനെയൊരു ജീവിതം വേണ്ടെന്ന് വെച്ചത്? കുമാരൻ DYSPയെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ മാതാപിതാക്കളുടെ ഗുണം കൊണ്ടായിരിക്കും സാർ. ഇന്ന് വരെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള പെൻഷന് പോലും ഞാൻ അപേക്ഷിച്ചിട്ടില്ല. എന്തെങ്കിലും ആനുകൂല്യവും നേടിയെടുത്തിട്ടില്ല. അയാളുടെ വാക്കുകളിൽ അമർഷം തിങ്ങി. നല്ല കാര്യം. ബൈ താങ്കളുടെ കുടുംബം? എൻ്റെ ഭാര്യ മരിച്ചിട്ട് 10-30 കൊല്ലമായി. മക്കൾ 2 പേർ. മൂത്ത മകൻ ബ്രിട്ടനിൽ ഡോക്ടറാണ്. ഭാര്യയും പേരക്കുട്ടികളുമൊക്കെ അവിടെ തന്നെ. അച്ഛൻ ബ്രിട്ടീഷുകാർക്ക് എതിരായിരുന്നിട്ടും മകൻ അവിടെ തന്നെ പോയി അല്ലേ? കുമാരൻ്റെ മുഖം ഒന്നിരുണ്ടു. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ സാർ അതൊക്കെ. അതുപോട്ടെ, രണ്ടാമൻ? അവനൊരു തല തിരിഞ്ഞവനായിരുന്നു സാർ. അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ തമ്മിൽ തെറ്റി. ഏതോ ഒരു നിസ്സാര കാര്യത്തിന് അന്ന് അവൻ വീട്ടിൽ നിന്ന് പോയതാ. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഒരടുപ്പവുമില്ല. തമ്മിൽ കാണാറുണ്ടോ? ഉസ്മാൻ അൻസാരി മീശയിലൊന്ന് തടവി. അങ്ങനെയൊന്നുമില്ല. അഥവാ കണ്ടാൽ 2 പേരും മുഖം തിരിച്ചു പോകും. അയാൾ കസാരയിൽ പിന്നോട്ട് ചാഞ്ഞിരുന്നു ദീർഘമായി നിശ്വസിച്ചു. അവനിപ്പോൾ എന്തു ചെയ്യുന്നു? കുമാരനൊന്ന് പതറി. ഉസ്മാൻ ഉള്ളിൽ ചിരിച്ചു. പിന്നെ അല്പം പരിഹാസത്തോടെ തിരക്കി. ആ മകൻ ജലസേചന മന്ത്രിയായതും ചെട്ടിക്കുളങ്ങര സദാശിവൻ എന്ന് പേര് മാറ്റിയതുമൊന്നും താങ്കളപ്പോൾ അറിഞ്ഞിട്ടില്ലേ? ഒരു നിമിഷം കൊണ്ട് ഗാന്ധിയൻ കുമാരൻ വിളറി വെളുത്തു. അയാളുടെ മുഖത്ത് വിയർപ്പ് മുത്തുകൾ തെളിഞ്ഞു. പെട്ടെന്ന് പിടിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ ഭാവത്തിൽ കുമാരൻ വേഷ്ടിത്തും ഉയർത്തി മുഖം തുടച്ചു. താങ്കൾ മറുപടി പറഞ്ഞില്ല, ഉസ്മാൻ അൻസാരി ഓർമ്മിപ്പിച്ചു. അവനൊരു പാഴ് ജന്മമായിരുന്നു സാർ. ഇന്നും ഞാൻ അങ്ങനെ കരുതുന്നു. സംശുദ്ധമായ രാഷ്ട്രീയമാണ് അവൻ്റേതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ എൻ്റെ മകനാണെന്ന് പലർക്കും അറിയുക കൂടിയില്ല. ഞാൻ പറയാറുമില്ല. കുമാരൻ്റെ തൊണ്ട വരണ്ടു. വെള്ളം വേണോ? DYSP തിരക്കി. കുമാരൻ തലയാട്ടി. മേശപ്പുറത്ത് അടച്ചു വച്ചിരുന്ന ഒരു ഗ്ലാസ് വെള്ളം ഉസ്മാൻ അൻസാരി മുന്നോട്ട് വച്ചു. അതെടുക്കുമ്പോൾ കുമാരൻ്റെ കൈ വിറച്ചു. വെള്ളം തുളുമ്പി സ്വന്തം വസ്ത്രത്തിലേക്ക് വീണു. ആർത്തിയുടെ വെള്ളം കുടിച്ചിട്ട് കുമാരൻ ഗ്ലാസ് വെച്ചു. ഉസ്മാൻ തൻ്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അതിലേക്ക് ഒരു വട്ടം ശ്രദ്ധിച്ചു. കുമാരൻ തല കുനിച്ചിരിക്കുകയാണ്. ആ ക്ഷണമാണ് ഉസ്മാൻ പഴയ ചോദ്യം ആവർത്തിച്ചത്. ജയന്തൻ കൊല്ലപ്പെടുമെന്ന് താങ്കൾ എത്ര നാൾ മുമ്പ് അറിഞ്ഞിരുന്നു? തലയിൽ തീക്കൊള്ളി കൊണ്ട് കുത്തു കിട്ടിയതുപോലെ കുമാരൻ പിടഞ്ഞുപോയി. ഇല്ല സാർ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അത് കള്ളം. ഉസ്മാൻ്റെ ശബ്ദവും സംബോധനയും മാറി. നിങ്ങൾക്കറിയാമായിരുന്നു പകൽ പോലെ. അയാൾ കുമാരൻ്റെ മുഖത്തേക്ക് നോട്ടം തറച്ചു നിർത്തി. നിങ്ങളും സമരപന്തലിലുള്ള നേരത്തല്ലേ അന്ന് ആക്രമണമുണ്ടായതും പന്തൽ കത്തിച്ചതും? അതെ. വൃദ്ധനായ നിങ്ങൾ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു? ജയന്തൻ എന്നെയും കൊണ്ട് പുറത്തേക്ക് ചാടുകയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളും എറിഞ്ഞു പോയേനെ അല്ലേ? ഉസ്മാൻ അൻസാരി ഒരിക്കൽ കൂടി ലാപ്ടോപ്പിലേക്ക് നോക്കി. അയാൾ മൂളി. എന്നാൽ ഞാൻ പറയുന്നു, അങ്ങനെ സംഭവിക്കില്ലായിരുന്നെന്ന്. ആക്രമണത്തിന് പദ്ധതിയിട്ടവർ നിങ്ങളെ രക്ഷിക്കുകയും ജയന്തനെ കൊന്ന് പന്തലിന് തീയിടുകയും ചെയ്തേനെ. അതോ ഇനി നിങ്ങളും കൂടി അങ്ങ് തീർന്നോട്ടെ എന്ന് അവസാന നിമിഷം അവർ തീരുമാനിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. കുമാരന് മിണ്ടാനായില്ല. അതുപോട്ടെ, ശത്രു സാന്നിധ്യം ജയന്തൻ തിരിച്ചറിഞ്ഞത് എങ്ങനെയാ? അതറിയില്ല. അതിന് തൊട്ടു മുമ്പ് ജയന്തൻ ഒരു ഫോൺ കോൾ വന്നിരുന്നു. കറണ്ട് പോയതും അവൻ എന്നെയും കൊണ്ട് പന്തലിൽ നിന്ന് ചാടി. ഉസ്മാൻ അൻസാരിയുടെ നെറ്റി ചുളിഞ്ഞു. ആ കാൾ ആരുടേതായിരിക്കും? പല പേരുകളും അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കുമാരൻ പെട്ടെന്ന് ജാഗരൂകനായി. ഗാന്ധി മാർഗം സ്വീകരിച്ച ശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുണ്ടാകണമെങ്കിൽ ഞാൻ മരിക്കണം സാർ. ഉത്തരം പെട്ടെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പോൾ പലവട്ടം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ വാക്കുകൾ കേട്ട് കുമാരൻ അമ്പരന്നു. സാർ? യെസ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പേരിലുള്ള പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത നിങ്ങൾ അതിനുശേഷം എതിർപക്ഷത്തിൻ്റെ കൂടിയാലോചനയിലും പങ്കെടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ? മിസ്റ്റർ ഓഫീസർ, കുമാരൻ്റെ ഭാവം മാറി. നിങ്ങൾ ആരെയാണ് ഇങ്ങനെ കുറ്റവാളികളുടെ മട്ടിൽ ചോദ്യം ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. ഭരണത്തിലുള്ള ഒരു മന്ത്രിയുടെ അച്ഛനെ. ഉച്ചത്തിൽ ചിരിച്ചുപോയി ഉസ്മാൻ.
മകനുമായി യാതൊരു ബന്ധവുമില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് ഞാനങ്ങോട്ട് ടൈപ്പ് ചെയ്തതേ ഉള്ളൂ. പെട്ടെന്ന് നിങ്ങൾ മകൻ്റെ മാഹാത്മ്യം പറഞ്ഞ് ശബ്ദമുയർത്തിയത് എന്താ? കവിളടക്കം ഒരടി കിട്ടിയതുപോലെ കുമാരൻ മരവിച്ചു പോയി. ഉസ്മാൻ അൻസാരി വീണ്ടും വിഷയം മാറ്റി. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി? 5 സെന്റ് ഭൂമിയും അതിൽ പുല്ലുമേഞ്ഞ ഒരു വീടുമുണ്ട്. മറ്റൊന്നുമില്ലേ? ഇല്ല. ഓക്കെ. പൊടുന്നനെ ഉസ്മാൻ തൻ്റെ ലാപ്ടോപ്പ് അയാൾക്ക് അഭിമുഖമായി തിരിച്ചു വെച്ചു. ഇതിൽ കാണുന്ന ചിത്രം എന്താണെന്നറിയാമോ? കുമാരൻ അതിലേക്ക് നോക്കി. മുന്തിരിത്തോട്ടം. ഡിവൈഎസ്പി ഉടൻ രണ്ടാമത്തെ ചിത്രം കാണിച്ചു. ഇതൊന്ന് നോക്കിയേ. ഈ നിൽക്കുന്നത് ആരാണെന്ന് പറയാമോ? ഈ ചെരുപ്പിട്ട മനുഷ്യൻ. കുമാരൻ്റെ സപ്തനാടികളും തളർന്നു പോയി. ആരാണെന്ന് മനസ്സിലായില്ലേ? ഞാനാണ്, അയാൾ സമ്മതിച്ചു. ചെരുപ്പിടാത്ത നിങ്ങൾ ചെരുപ്പിട്ടുകൊണ്ട് എന്തിനാണ് ഈ മുന്തിരിത്തോട്ടത്തിൽ പോയത്? ഇത് നല്ല ചോദ്യം. ഒരാൾക്ക് അവിടെ പോയിക്കൂടെ? പിന്നെ ചെരുപ്പ് കാലിൽ മുള്ളോ മറ്റോ കൊണ്ടതുകൊണ്ട് ഞാൻ. ഉസ്മാൻ അൻസാരി തലയാട്ടി. മുന്തിരിത്തോട്ടം കണ്ടിട്ടില്ലാത്തവർ അവിടെ പോകും, സ്വാഭാവികം. ഞാനും പോയിട്ടുണ്ട്. പോലീസ് ഓഫീസറുടെ സ്വരം കനത്തു. എന്നാൽ സ്വന്തം തോട്ടത്തിൽ പോയത് അവിടെ കാണാനാണെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യം കാണുകയാണ്. മുകളിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഫാൻ ഉച്ചിയിലേക്ക് വീണതുപോലെ തോന്നി കുമാരന്. അപ്പോൾ ഉസ്മാന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. നിങ്ങളുടെ പേരിലുള്ള 40 ഏക്കർ മുന്തിരിത്തോട്ടത്തിൻ്റെ വിവരങ്ങൾ, സർവേ നമ്പർ ഉൾപ്പെടെ കേൾക്കണോ നിങ്ങൾക്ക്? ഗാന്ധിക്കുപ്പായം അണിഞ്ഞ് ഇത്രയും കാലം മറ്റുള്ളവരെ നിങ്ങൾ പറ്റിച്ചു. പക്ഷേ എല്ലാ സത്യവും ഞാൻ വിളിച്ചു പറയും, ജയന്തൻ്റെ മരണം വരെ. ഒന്ന് നിർത്തിയിട്ട് ഉസ്മാൻ തുടർന്നു. എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് ഞാൻ വരും നിങ്ങളുടെ മുന്നിലേക്ക്. അന്ന് ഈ ഗാന്ധി കുപ്പായം അഴിച്ചു മാറ്റി നിങ്ങളെ ഞാൻ സെൻട്രൽ ജയിലിലെ നമ്പർ കുപ്പായം ഇടുവിക്കും, നിങ്ങൾ ജീവനോടെയുണ്ടെങ്കിൽ. തൽക്കാലം നിങ്ങൾക്ക് പോകാം. ഉസ്മാൻ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് കൈ ചൂണ്ടി. കുമാരൻ കസേരയിൽ മുറുകെ പിടിച്ച് എഴുന്നേറ്റു. പിന്നെ ഉസ്മാനെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയി. 6 മണി. ആദിയുടെ കയ്യിലിരുന്ന തങ്കമല സഹദേവൻ്റെ ഫോണിലേക്ക് വീണ്ടും കൊട്ടേഷൻ പാർട്ടിയുടെ മെസ്സേജ് വന്നു. ഞങ്ങൾ എരുമേലിയിലെത്തി. സാജനും ലിജോയും ആ നേരത്തും ആദിയുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ വീണ്ടും ജയന്തൻ്റെ വീട്ടിലേക്ക് പുറപ്പെടാൻ ഭാവിക്കുകയായിരുന്നു. ആദി കണക്ക് കൂട്ടി. എരുമേലിയിൽ നിന്ന് കുട്ടിക്കാനത്തെത്താൻ 1 മണിക്കൂറിൽ കൂടുതൽ വേണ്ടി വരില്ല. പ്രവർത്തിക്കാനുള്ള നേരമായിരിക്കുന്നു. എൻ്റെ ആൾ അവിടെ ഉണ്ടാകും. ആദി മറുപടി മെസ്സേജ് നൽകി. നിങ്ങളുടെ വാഹനം ഏതാണ്? അടുത്ത മെസ്സേജ്. വൈറ്റ് കളർ സുമോ വാൻ. നമ്പർ? ആദി സാജനോടും ലിജോയോടും വിവരം പറഞ്ഞു. എങ്കിലിനി നമ്മളും ഉടൻ പുറപ്പെടണം. തിരിച്ചു വരും വഴി ജയന്തൻ്റെ വീട്ടിൽ കയറാം. എന്താ? ലിജോ പറഞ്ഞു. അത് മതി. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ. അവർ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു. അടുത്ത നിമിഷം ആദിയുടെ ഫോൺ ശബ്ദിച്ചു. അവൻ അതെടുത്തു നോക്കി. ജോൺ കുരിശുങ്കൽ. എന്താ സാറേ? ആദി അറ്റൻഡ് ചെയ്തു. നിന്നെയും ലിജോയെയും ഡിവൈഎസ്പി ഉസ്മാൻ അൻസാരി സാറിന് കാണണമെന്ന്. അദ്ദേഹം വണ്ടിപ്പെരിയാർ ഗസ്റ്റ് ഹൗസിൽ ക്യാമ്പ് ചെയ്യുന്നത്. ആദിയുടെ നെറ്റി ചുളിഞ്ഞു. എന്തിനാ സാറേ? ജയന്തൻ്റെ മർഡറിൻ്റെ അന്വേഷണ ചുമതല അദ്ദേഹത്തിനാ. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. നാളെ കണ്ടാൽ പോരെ? മതി. ശരി സാർ. അവൻ ഫോൺ കട്ട് ചെയ്തു. 6:50 കുട്ടിക്കാനം. ആദിയും സംഘവും അവിടെ എത്തി. ലിജോയെ ജംഗ്ഷന് മുമ്പിലത്തെ വളവിലിറക്കിയിട്ട് സാജൻ ജീപ്പ് മുന്നോട്ട് ഓടിച്ചു. കട്ടപ്പനയ്ക്ക് പോകുന്ന റോഡ് ജംഗ്ഷൻ ശരിക്ക് കാണാവുന്ന ഭാഗത്ത് അവൻ ജീപ്പ് തിരിച്ചു നിർത്തി. കോ ഡ്രൈവറിൻ്റെ സീറ്റിൽ ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചുകൊണ്ട് ആദി അസ്വസ്ഥതയോടെ ഇരുന്നു. അവൻ്റെ കണ്ണുകൾ മുണ്ടക്കയ റോഡിലൂടെ കയറ്റം കയറി വരുന്ന ഓരോ വാഹനത്തിലും പതിഞ്ഞുകൊണ്ടിരുന്നു. 7:05 ജംഗ്ഷന് നടുവിൽ നിൽക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ വെള്ളി വെളിച്ചത്തിൽ ആദിയും സാജനും കണ്ടു. കയറ്റം കയറി വന്ന് വലത്തേക്ക് തിരിഞ്ഞ് പെട്രോൾ പമ്പിനരികിലെ ബസ് സ്റ്റോപ്പിൽ സ്ലോ ചെയ്യുന്ന വെളുത്ത സുമോവാൻ. നമ്പർ നോക്കിയിട്ട് ലിജോ അതിനരികിലേക്ക് ചെന്നു. സുമയുടെ ഇടതുഭാഗത്ത് മുന്നിലെ പവർ വിൻഡോ താഴേക്ക് നീങ്ങി. അവൻ അല്പം തല അകത്തേക്ക് നീട്ടി ശബ്ദം താഴ്ത്തി. സഹദേവൻ സാറ് പറഞ്ഞു വിട്ടതാ എന്നെ. കയറിക്കോ. മുൻ സീറ്റിൻ്റെ ഡോർ തുറന്നു കൊടുത്തിട്ട് അവിടെ ഇരുന്ന യുവാവ് നീങ്ങിയിരുന്നു. ലിജോ അകത്ത് കയറി ഡോർ അടച്ചു. അതിനിടെ അവൻ ശ്രദ്ധിച്ചു. വണ്ടിക്കുള്ളിൽ മൊത്തം 6 പേർ. പോകാം, അവൻ പറഞ്ഞു. എടുത്തു ചാടും പോലെ സുമോ മുന്നോട്ട് കുതിച്ചു. എല്ലാം ശ്രദ്ധിച്ചിരുന്ന ആദി സാജൻ്റെ തോളിൽ തട്ടി. സുമോയ്ക്ക് ഒരകലമിട്ട് ജീപ്പും നീങ്ങി. അവൻ എവിടെയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാമോ? ചെറുപ്പക്കാരിൽ ഒരാൾ ലിജോയോട് തിരക്കി. അറിയാം, അവൻ തലയാട്ടി. അവനൊരു കൂട്ടുകാരനുണ്ടല്ലോ, പരുന്ത് ലിജോ. അവനും കൂടെ ഉണ്ടാവുമോ? ഇപ്പോഴില്ല. ലിജോയുടെ ചോരയോട്ടത്തിന് വേഗമേറിയെങ്കിലും അവൻ അവരറിയാതെ പല്ലു ഞെരിച്ചു. കുമളി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളുടെ തീക്കണ്ണുകൾ നിരനിരയായി വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് സാജൻ്റെ ജീപ്പ് സുമോയെ കടന്ന് വെടിച്ചില്ല് പോലെ പാഞ്ഞുപോയി. പീരുമേട് ശ്രീകൃഷ്ണ ക്ഷേത്രം പിന്നിട്ടു. കുറച്ചുകൂടി ഓടിയതും ലിജോ പറഞ്ഞു, ഇനി വലത്തേക്ക് പോകണം. തേയിലത്തോട്ടത്തിലേക്ക് തിരിയുന്ന ഒരു റോഡ് മുന്നിൽ തെളിഞ്ഞു. ഡ്രൈവർ സുമോയുടെ വേഗം കുറച്ചു. അവനിവിടെയാണോ? ചെറുപ്പക്കാർക്ക് സംശയം. അതെ, ഇന്ന് അവൻ ഇവിടേക്ക് പോന്നിരിക്കുകയാ. അവൻ്റെ ഒരു ബന്ധുവുണ്ട് ഇവിടെ. ലയമാണോ? ചെറുപ്പക്കാർ പരസ്പരം നോക്കി. അല്ല, കുന്നിൻ്റെ അങ്ങേ ചെരുവിൽ കുറച്ച് സർക്കാർ പുറമ്പോക്ക് ഭൂമിയുണ്ട്. അവിടെ ബന്ധു താമസം.
ലിജോ പുറത്തേക്ക് നോക്കിയിരുന്നു. തേയിലച്ചെടികളെ സുമോയുടെ വെളിച്ചം തൊട്ടുകൊഴിഞ്ഞു. കുന്നിനെ ചുറ്റിയുള്ള റോഡ്. അല്പാൽപമായി മുകളിലേക്ക് പോകുകയാണത്. ഏതാണ്ട് 20 മിനിറ്റോളം യാത്ര. ഇവിടെ നിർത്തിയാൽ മതി, ലിജോ അറിയിച്ചു. പാറക്കൂട്ടങ്ങളും വളരെ കുറച്ച് തേയില ചെടികളുമുള്ള ഒരു ഭാഗമായിരുന്നു അത്. ഡ്രൈവർ അല്പം വീതിയുള്ള ഒരു ഭാഗത്ത് സുമോ തിരിച്ചു നിർത്തി. കുറച്ചകലെ ഒരു ജീപ്പിൻ്റെ പിൻഭാഗം കണ്ടു. അത് അവൻ വന്ന ജീപ്പാ, ലിജോ മന്ത്രിക്കും പോലെ പറഞ്ഞു. സുമോയുടെ ലൈറ്റുകൾ കണ്ണടയും പോലെ അണഞ്ഞു. ചെറുപ്പക്കാർ പുറത്തിറങ്ങി കൈകൾ വീശിക്കുടഞ്ഞു. സഹദേവൻ സാറ്? ചെറുപ്പക്കാർ ലിജോയ്ക്ക് നേരെ തിരിഞ്ഞു. വന്നിട്ടുണ്ട്. അവനൊരു പാറയ്ക്ക് മുകളിലേക്ക് കൈ ചൂണ്ടി. ഒരാൾ പെൺടോർച്ച് മിന്നിച്ചു. അവിടെ പാറപ്പുറത്ത് പുറംതിരിഞ്ഞ് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു.